ശ്രീ ശിവകുമാർ, 2013 മുതൽ രോഗബാധ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു തുടങ്ങിയതാണല്ലോ. താങ്കൾ ആരോഗ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ കേരളത്തിലെ അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ആധികാരികമായ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആധികാരികമായ മനസ്സിലാക്കലുകൾ ഉണ്ടായിരുന്നോ? ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഞാൻ ഈ മരണങ്ങൾ സംഭവിച്ചതായിട്ട് ഓർമ്മിക്കുന്നില്ല. 10 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, 13 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ടായ സമയത്ത് അത് ശക്തമായിട്ടുള്ള ഒരു പഠനം നടത്തുന്നതിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആ സമയത്ത്. അത് എന്നുള്ളതാണ് ഞാൻ ഓർമ്മിക്കുന്നത്. പക്ഷെ ഇത് ഇപ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഭയാനകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോ 2 മരണമോ 3 മരണമോ ആണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് നേരത്തെ ഔദ്യോഗികമായിട്ട് അറിയിപ്പൊന്നെങ്കിലും ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്ന 10-17ഓളം ആളുകൾ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോ അത് ആ കാലഘട്ടത്തിൽ ചെയ്തോ ഇപ്പൊ ചെയ്തോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് വളരെ ശക്തമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ അമീബിക്കായിട്ടുള്ള ഈ അസുഖം വരുന്നു എന്നുള്ളത് ഇപ്പൊ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ അത് കണ്ടെത്താനും അതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കാനും വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയുള്ള കാര്യക്ഷമമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് എടുക്കാൻ അതിന് ആരോഗ്യവകുപ്പ് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇതിപ്പോ നമ്മുടെ ഇപ്പോ നിപ്പ വന്നപ്പോൾ അതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. 10-17ഓളം ആളുകൾ മരണപ്പെട്ടു. അപ്പൊ അത് വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യത്തെ കണ്ടുകൊണ്ട് അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അത് പ്രതിരോധിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളാണ് ഗവൺമെന്റ് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും ശ്രീ ശിവകുമാർ, നമ്മുടെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു രേഖയുണ്ട്. അത് 2013 താങ്കൾ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാർ, ഡോക്ടർ അന്ന ചെറിയാനും ഡോക്ടർ ജ്യോതിയും നടത്തിയ ഗവേഷണവും അതിന്റെ റിപ്പോർട്ടുമാണ്. മന്ത്രി ചോദിക്കുന്ന ഒരു ചോദ്യം, അന്ന് ആ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പഠനമോ അതല്ലെങ്കിൽ എന്തെങ്കിലും നടപടികളോ അന്നത്തെ സർക്കാർ എടുത്തിരുന്നോ എന്നുള്ളതാണ്. മുൻ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനുണ്ടോ? അതൊന്ന് ഈ മസ്തിഷ്ക ജ്വരം വന്ന സമയത്ത് ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയതാണ് ഇവരെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാത്തതുകൊണ്ട് എന്താണ് ചെയ്തു എന്നുള്ളത് എനിക്ക് ആ സമയത്തുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് ആ സമയത്തുള്ളത് റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കിപ്പോ പറയാൻ കഴിയുള്ളൂ. ആ തരത്തിലേ ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. മന്ത്രി എന്നുള്ള നിലയിൽ താങ്കളുടെ ശ്രദ്ധയിൽ ആ റിപ്പോർട്ട് പെട്ടിരുന്നു? അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഓർത്തിട്ടില്ല. അത് പരിശോധിച്ചാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായിരുന്നാലും അന്ന് ഈ മസ്തിഷ്ക ജ്വരം വന്ന സമയത്ത് അതിനെ കുറിച്ച് പഠിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു നിയമനം നടത്തിയതിന്റെ പേരിലാണ് ഈ ഡോക്ടർമാർ ഇത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നടപടികൾ തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ടാകും. അന്ന് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് യോഗങ്ങൾ ചേർന്ന് തന്നെ നടപടി എടുത്തിരുന്ന സാഹചര്യം അന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പരിശോധിച്ചാൽ മാത്രമേ നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും വളരെ നന്ദി.